മിസ്റ്റർ അശ്വൽ, അശ്വലത്തിൽ കൂടെ ലൈറ്റ് ഒന്ന് കറക്റ്റായി ഇപ്പോഴത്തോട്ടോ. ഇപ്പോൾ അശ്വൽ എന്ന് പറഞ്ഞാൽ അശ്വൽ ആറ്റിങ്ങൽ നിന്നാണ് വരുന്നത് അല്ലേ? MGN മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളിലാണ് അശ്വൽ വന്നത്. ആറ്റിങ്ങലിലൊക്കെ ഡ്രൈവിംഗ് സ്കൂളുണ്ട്. പിന്നെ ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ്. ഇവിടെ വന്ന് പഠിച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ ഉണ്ട് എന്നുകൊണ്ട് വന്നതാണ്. ഇപ്പോൾ അശ്വൽ ഇവിടെ വന്ന് പഠിച്ചു. ഇപ്പോൾ ഇവിടെ നിന്നുള്ള ക്ലാസ്സുകൾ കഴിയുമ്പോൾ അശ്വലിന് എന്താണ് നമ്മളെ സ്കൂളിനെ കുറിച്ചും നമുക്ക് കിട്ടിയ ക്ലാസ്സുകളെ കുറിച്ചൊക്കെ പറയാനുള്ളത്? ഇല്ല, സാറ് റിസ്ക് എടുത്ത് തന്നെ നമുക്ക് വണ്ടിയൊക്കെ തരുന്നുണ്ട്. ഫസ്റ്റ് ദിവസം തന്നെ സാറ് തന്നെ നമുക്ക് വണ്ടി തരുന്നുണ്ട്. അതാണ് മെയിനായിട്ടുള്ള കാര്യം. വീട്ടിൽ പോലും തരത്തില്ല നമുക്ക്, വീട്ടുകാർക്ക് പേടിയായിരിക്കും. സാറത് റിസ്ക് എടുത്ത് തന്നെ തരുന്നത്. പിന്നെ ക്ലാസ്സെല്ലാം അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. സാറ് അടിപൊളി പഠിപ്പിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞങ്ങളെ കുറച്ച് പ്രശ്നങ്ങളാണുള്ളത്, ശരിയാക്കാം. ഓക്കെ. ഇപ്പം അശ്വൽ എന്ന് പറഞ്ഞാൽ അശ്വലിൻ്റെ വീട്ടിൽ 2 വീലർ ഇരിപ്പുണ്ട്. അത് എത്രയോ നാളെ കൊണ്ട് ഓടിക്കാൻ വെച്ചേക്കായിരുന്നു. ഇപ്പോൾ അശ്വൽ ഇവിടെ നിന്ന് പഠിച്ചു, എൽബോർഡൊക്കെ വെച്ചു, പുറകെ ലൈസൻസ് ഉള്ള ആളിനെ എടുത്തിക്കൊണ്ട് അശ്വൽ ഇപ്പോൾ 2 വീലർ എന്ത് ചെയ്യുന്നുണ്ട്? ഓടിക്കുന്നുണ്ട്. അതുപോലെ ആറ്റിങ്ങിൽ വരുന്ന എൻ്റെ വേണ്ടപ്പെട്ട മറ്റൊരു സ്റ്റുഡൻ്റാണ് മിസ്റ്റർ ദേവനന്ദൻ. അനിയ തിരിഞ്ഞു നോക്കാൻ കേട്ടോ. ദേവനന്ദൻ എത്ര ദിവസം ക്ലാസ്സായി? ഞാൻ ഇപ്പോൾ 9 ദിവസം. 9 ദിവസം ക്ലാസ്. അതിൽ ദേവനന്ദൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ ആറ്റിങ്ങിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് വരുമ്പോൾ ഞാൻ ദേവനന്ദനെ വിളിക്കും. അപ്പോൾ ദേവനന്ദൻ വീട്ടിലൂടെ ഇറങ്ങി നിൽക്കും. നമ്മളെ മാരുതിയിൽ കൊണ്ടുപോയാണ് ഓടിപ്പിച്ചുകൊണ്ടത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഡിസൈറിലോട്ട് നമ്മൾ കാറ് മാറിയത്. അപ്പോൾ ചെറിയൊരു വെപ്രാളവും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് സ്വാഭാവികം, എല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെയാണ്. നിലവിൽ ഇപ്പോൾ എത്ര ദിവസം ക്ലാസ്സുകളായി? ഇന്ന് 9ാമത്തെ ക്ലാസ്. 9ാമത്തെ ക്ലാസ്. ഇന്നലെ ക്ലാസ് ഏതിലായിരുന്നു? ഡിസൈറിലായിരുന്നു. എന്താണ് ഇപ്പോൾ മൊത്തത്തിൽ ഉള്ള അഭിപ്രായം? എന്താണ് ഒരു കാർ ഓടിക്കുമ്പോൾ ആത്മവിശ്വാസം എന്താണ്? നല്ലോണം വർദ്ധിച്ചിട്ടുണ്ട് ആത്മവിശ്വാസം. എളുപ്പമായിട്ട് ഓടിക്കാൻ വരുന്നുണ്ട്, ഒരു കോൺഫിഡൻസ് ഉണ്ട്. റോഡിലൊക്കെ നല്ല പരിശീലിപ്പിക്കുന്നതുകൊണ്ട് നല്ല എളുപ്പത്തിന് പോകുന്നുണ്ട്. വലിയ പേടിയൊന്നുമില്ല. എതിരെ വണ്ടിയൊക്കെ വരുമ്പോഴും നമുക്കങ്ങനെ പേടിയില്ല. സാറടുത്ത് ഇരിക്കുമ്പോൾ എല്ലാം പറഞ്ഞു തരും. അതുകൊണ്ട് ഇപ്പം വലിയ ടെൻഷനൊന്നും ഇല്ല. സാറ് വയലൻ്റ് ആവുമോ? ഇടയ്ക്കിടയ്ക്ക്, പക്ഷെ നല്ല കാര്യത്തിനാണ്, നല്ല കുഴപ്പമില്ല. കുറച്ചൊക്കെ വയലൻ്റ് ആവണം. നമ്മളിപ്പം ചിക്കൻ കറി വയ്ക്കുമ്പോൾ ഇത്തിരി എരിയും പുളിയൊക്കെ ഉണ്ടെങ്കിലേ കഴിക്കാൻ ഒരു രസമുള്ളൂ. അതേപോലെ വീട്ടിൽ അച്ഛൻ്റെ ബുള്ളറ്റ് ഇരിപ്പുണ്ട്. ഇതുവരെ തൊട്ടില്ലല്ലേ? ഇന്നലെ തൊട്ടു. അതായത് ഇന്നലെ ഇവിടെ വന്ന് മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ പ്രാക്ടീസ് ചെയ്തു. അതിന്റെ ബലത്തിൽ തൊട്ടു. എങ്ങനെയുണ്ടായിരുന്നു? എടുത്താ വണ്ടി എടുത്താ? ഏകദേശം മുറ്റത്തിട്ട് ഓടിച്ചു. മുറ്റത്തിട്ട് ഓടിച്ചു. അച്ഛൻ എന്താ പറഞ്ഞു? അച്ഛൻ ബഹളമൊന്നും ഇല്ലായിരുന്നു? ഇല്ല. അച്ഛൻ സപ്പോർട്ട് തന്നെ. വെരി ഗുഡ്. ഓക്കെ. അടുത്ത മിസ്റ്റർ പ്രണവ്. പ്രണവിനെ പഠിപ്പിച്ചെടുക്കാൻ പറ്റ പാട്. പ്രണവേ, എങ്ങനെയുണ്ട്? നമ്മളിപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിനോട് അടുത്തുണ്ട്. എന്നാണ് ടെസ്റ്റ്? എന്താണ് ടെസ്റ്റ്? 21. ഇപ്പോൾ ഡേറ്റ് ആയിപ്പോൾ. ഇന്നിപ്പോൾ ഡേറ്റ് എത്രയായി? ഇന്നിപ്പോൾ ഡേറ്റ് അറിയാൻ പറ്റും. ഡേറ്റ് 12 അതായത് ഡ്രൈവിംഗ് ടെസ്റ്റ് സമയത്ത് H നന്നായിട്ട് എടുക്കണം, എന്നാലേ പാർട്ട് 1 പാസ്സാവുള്ളൂ. അതുപോലെ പാർട്ട് 2 റോഡ് നന്നായിട്ട് ഓടിച്ചാലേ അതും പാസ്സാവുള്ളൂ. എന്താണ് രണ്ടിൻ്റെ അവസ്ഥ? H എങ്ങനെയാണ്? H കുഴപ്പമില്ല. ഓക്കെ. റോഡിൽ ചെറിയ പ്രശ്നങ്ങൾ. എന്തൊക്കെയാണ് റോഡിലുള്ള പ്രശ്നങ്ങൾ? ക്ലച്ച് എടുക്കുന്ന പെട്ടെന്നായി പോകും. അതായത് നമ്മൾ പഠിപ്പിച്ചത് ക്ലച്ചിനെ സാവധാനത്തിൽ എടുക്കാൻ പാടുള്ളൂ അല്ലേ? ഹാഫ് ക്ലച്ചിൽ നിർത്തി എടുക്കണം. പക്ഷെ അവിടെ എടുക്കുമ്പോൾ നിർഭാഗ്യവശാൽ എന്ത് കൂടി പോകുന്നു? അപ്പോൾ ആ ഒരു കൺട്രോൾ കിട്ടിയ വേറെന്ത് പ്രശ്നമുണ്ട്? റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് കറക്റ്റ് കിട്ടുന്നില്ല. അത് വളവിലൊക്കെ എങ്ങോട്ടായി പോകുന്നു? വലത്തോട്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ക്ലച്ച് എടുക്കുമ്പം സാവധാനത്തിലേ എടുക്കാൻ പാടുള്ളൂ. അതുപോലെ വളവിലൊക്കെ വളവിന് മുമ്പായി ഇടതുവശം തിരിയണം. നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ക്ലാസ്സിൽ അതുപോലെ തന്നെ റിസൾട്ട് വരും, ഉറപ്പാണ്. അപ്പോൾ അത് പ്രണവ് തന്നെ ചെയ്തെങ്കിലേ അത് വരുള്ളൂ. എനിക്ക് പഠിപ്പിക്കാനേ പറ്റുള്ളൂ, പറയാനേ പറ്റുള്ളൂ. ചെയ്യേണ്ട ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടത് പ്രണവാണ്. മൊത്തത്തിൽ ഡ്രൈവിംഗ് സ്കൂളിലുള്ള അഭിപ്രായം എന്താണ്? കുഴപ്പമില്ല, സാറ് നല്ല ക്ലാസ് എടുക്കണം. സാറിൻ്റെ ക്ലാസ് കൊണ്ടാണ് ഇത്ര എത്തിയത്. മറ്റൊരു ഡ്രൈവിംഗ് സ്കൂളിൽ പോകണമെന്ന് തോന്നുന്നുണ്ടായിരുന്നു? അല്ല, ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം നമ്മൾ കുട്ടികൾക്കെല്ലാം ഗോൾഡൻ അവസരങ്ങൾ, പക്ഷേ അവർക്ക് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ മനസ്സിലാവുന്നില്ല. ഈ 30 ദിവസം ഞാൻ ഒരു സ്വപ്നം പോലെ അതും കടന്നു. പിന്നെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് അയ്യോ കുറച്ചുകൂടെയൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതായിരുന്നു. പിന്നെ പ്രണവിൻ്റെ കൂടെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന അവിനാഷ് കുമാറല്ലേ? അവിനാഷ് വെരി ഗുഡ്, നല്ല സ്റ്റുഡൻ്റാണ്. ആദ്യം മുതലേ അവിനാഷ് അടിപൊളിയാണ്. നല്ല ഇടപെടലും എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള നല്ല ഇടപെടലും അതൊന്നുമില്ല, അവിനാഷ് അങ്ങനെയാണ്. പക്ഷേ ക്ലാസ്സിൻ്റെ ചില സന്ദർഭങ്ങളിലൊക്കെ അവിനാഷ് കൈവിട്ട് പോയി. പക്ഷേ എന്നാലും പിന്നെ അത് അവിനാഷ് അതിനെ തിരിച്ച് പിടിച്ചു, അടിപൊളിയായി. ഇപ്പം നല്ല പെർഫോമൻസിലാണ് ക്ലാസ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് അവിനാഷ് ഡ്രൈവിംഗ് സ്കൂളിനെ കുറിച്ചും നമ്മളെ ക്ലാസ്സുകളെ കുറിച്ചും പറയാനുള്ളത്? നല്ല അടിപൊളി ഡ്രൈവിംഗ് സ്കൂൾ. സാറിൻ്റെ ക്ലാസ്സുകളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ക്ലാസ്സുകളാണ്. നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റികൾ കാരണമുണ്ട്. നമുക്ക് ഡെവലപ്പായി വരാനുള്ള നല്ല ഓപ്പർച്യൂണിറ്റികളൊക്കെ കിട്ടുന്ന നല്ലൊരു ഡ്രൈവിംഗ് സ്കൂളാണ്. ഇപ്പോൾ എന്താണ് അവിനാഷ് ഒരു കാർ കിട്ടിയാൽ ഓടിക്കാൻ പറ്റും? അത്യാവശ്യം ഓടിക്കാൻ പറ്റും. വലിയ ഇതൊന്നും ഇല്ലാത്ത വലിയ ഇതല്ലാത്ത റോഡുകളാണെങ്കിൽ ഓടിച്ചു പോകാൻ. അതായത് 40 കിലോമീറ്റർ സ്പീഡിന് കൺട്രോൾ ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ആയിട്ടുണ്ട് അല്ലേ? നമ്മൾ പ്രിഫർ ചെയ്യുന്നത് നിങ്ങളുടെ സ്പീഡ് ഇപ്പോൾ 40 കിലോമീറ്റർ സ്പീഡാണ് പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ ഓരോ വേഗതയ്ക്കനുസരിച്ച് ഓരോ ഗിയറിട്ട് ഓടിക്കുമ്പോൾ ഓക്കെയോ. നമ്മൾ ഫസ്റ്റിൽ കാറിനെ തനിച്ചോടിക്കുന്നൊരു എക്സസൈസ്, ഒരു എക്സ്പീരിയൻസ്, അതാണ് ഏറ്റവും വലുത്. ഇപ്പോൾ 10 ദിവസം ഞാൻ കൂടെ ഇരുന്ന് ഓടിപ്പിക്കുന്ന ആ ഒരു പരിശീലനം തനിച്ച് നമ്മൾ കാർ ഓടിക്കാൻ നമുക്ക് കിട്ടും. പക്ഷേ അവിടെ നമ്മളെ വണ്ടിയുടെ കൺട്രോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ചെയ്ത് നിർത്താൻ പറ്റുന്ന
ആത്മവിശ്വാസം ഉണ്ടായിരിക്കണമെന്ന് മാത്രം. ഓക്കെ, കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് മിസ്റ്റർ വരൂ. നിവേശ് ശങ്കർ, എന്താണ് നിവേശ് ശങ്കറിൻ്റെ നമ്മളെ ഡ്രൈവിംഗ് സ്കൂളിനെ കുറിച്ച് പറയാനുള്ള അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. ഞാനിപ്പോൾ വന്നിട്ട് ഇവിടെ ഫസ്റ്റ് 2 ക്ലാസ് മോട്ടോർ സൈക്കിളായിരുന്നു, പിന്നെ ഇപ്പം 4 ക്ലാസ് കാറ്. ഇപ്പം തന്നെ കാറ് കുറച്ച് നന്നായിട്ട് ഓടിക്കാൻ പറ്റുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം കാർ ഓടിക്കാൻ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അപ്പം ഇന്നിപ്പോൾ 4 ദിവസം കൊണ്ട് കാർ ഓടിക്കാൻ പറ്റി. സന്തോഷമായി, ഒരുപാട് സന്തോഷം. ഇതൊന്നും മാജിക് ഒന്നും അല്ല. അതായത് സാറ് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ പറയണം 4 ദിവസം കൊണ്ട് കാർ ഓടിപ്പിച്ചു, നന്നായി ഓടിപ്പിച്ചു എന്നൊക്കെ പറയണമെന്ന് സാർ പഠിപ്പിച്ചതാണ്. ഇല്ല സാർ പറഞ്ഞതല്ല. അങ്ങനെയൊന്നുമല്ല. കാരണം നിങ്ങളെയൊക്കെ ക്ലാസ്സിനകത്ത് നിർബന്ധിക്കുമ്പം, നിങ്ങൾ സ്ട്രെയിൻ ചെയ്യുമ്പം എനിക്ക് ഉള്ളിനകത്ത് പ്രയാസമുണ്ട്. പക്ഷേ നമുക്ക് 30 ദിവസം കൊണ്ട് സാറ് നിങ്ങളെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിക്കാൻ, നന്നായി നിങ്ങൾ ഓടിക്കുന്ന സ്റ്റേജിൽ എത്തിയാലേ എന്ത് പാസ്സാവുള്ളൂ, ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവുള്ളൂ. നാളെ നമുക്ക് നന്നായിട്ട് നമ്മളെ കാർ ഓടിക്കാനും പറ്റുള്ളൂ കേട്ടോ. എന്തായാലും നമ്മളോടൊപ്പം വിലപ്പെട്ട സമയങ്ങൾ ഷെയർ ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും MGN മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സ്പെഷ്യൽ താങ്ക്സ്. ഓക്കെ, താങ്ക് യു.